സ്തോത്രം. നമുക്ക് ചേർന്ന് തിരുവനന്തപുരം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്നു. അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നിശ്ചിതമായ നാമത്തിൽ സന്ധ്യാസമയങ്ങൾ പറഞ്ഞതുപോലെ ഈ ആഴ്ചയോടുകൂടെ നമ്മുടെ ക്ലാസ്സിന് ഒരു അർദ്ധവിരാമം കുറിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 9-ാം തീയതി രാജസ്ഥാനിലേക്ക് സംഘയിലേക്കായിട്ട് കടന്നു പോകുന്നു. അതേപോലെ വെച്ചാൽ ഏപ്രിൽ 16-ാം തീയതി പണി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കടന്നു പോകുന്നത് അനേക പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കും ഒപ്പം അനേകതയും മൊത്തം ആത്മീയമായ ഗുണീകരണത്തിനും ചൈതന്യത്തിനും കാരണമായി തീരേണ്ടതിന് ദൈവങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് കൂടെ ഒരു 8 ക്ലാസ് ആവുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന പോയി വന്നതിന് ശേഷം ഈ 8 ക്ലാസ് നമ്മൾ കവർ ചെയ്ത ഭാഗങ്ങളിൽ സംബന്ധിച്ച് ഒരു ചെറിയൊരു ടെസ്റ്റ് നമുക്ക് നടത്താം. ഒരു മൗനം പറയുന്നത് ഒരുക്കമാണെന്ന്. അപ്പോൾ സമയമുണ്ട്, കുറച്ച് അധികം ആഴ്ചകളുണ്ടല്ലോ. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഡിയോ കേട്ട് ഈ ഔട്ട്ലൈനൊക്കെ നോക്കി എല്ലാവരും ചെറിയവരും വലിയവരും എല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നമുക്ക് കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനൊക്കെ ഇടയായിട്ട് വരുന്ന അന്ന് തന്നെയല്ല, അടുത്ത ഏപ്രിൽ 22-ാം തീയതി ആയിരിക്കും തിരുവനന്തപുരം നമ്മൾ വീണ്ടും ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ എടുക്കുന്നത് റോമാലേഖന വിഭജനത്തിലെ 3-ാമത്തെ പ്രധാന ശീർഷകത്തിനാണ്. 3-ാമത്തെ പ്രധാന ശീർഷകം എന്താണത്? നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. നീതീകരണത്തിനായിട്ടുള്ള ദൈവിക കരുതൽ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെയാണ് വിഷയം അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ഉപശീർഷകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നീതീകരണം വിശ്വാസത്താൽ. റോമാലേഖനത്തിൻ്റെ വിഷയമാണത്. റോമാലേഖനത്തിൻ്റെ പ്രമേയമാണ് നീതീകരണം വിശ്വാസത്താൽ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ലേഖനത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 3-21 മുതൽ 31 വരെ നീതീകരണത്തിന്റെ അനിവാര്യത, ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞിട്ട് ആ നീതീകരണം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും നമ്മുടെ ഈ പഠനത്തിൽ പല വാക്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ കൂടെ പറയണം. ഈ പറയുന്ന ഞാനടക്കം ഇരുന്ന് പഠിച്ചതൊന്നുമല്ല, പിന്നെ പറഞ്ഞ് പഠിച്ചത്. നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ പല വാക്യങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ പറയണം. അപ്പോൾ എല്ലാവരും നീതി കെട്ടവരായി ദൈവദേശില്ലാത്തവരായി തീർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ലോകത്തെ മതങ്ങൾ കണ്ടുപിടിച്ച മാർഗമാണെന്ത്? കർമ്മമാർഗം, പ്രവർത്തിക്കുക. ആ ദൈവനീതിയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളാലാകുന്നത് പോലെ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ മാർഗം എന്താണ്? എങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? നീതീകരണത്തിനായിട്ടുള്ള ദൈവിക കരുതൽ എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്. അപ്പോൾ പ്രധാന ശീർഷകം. അപ്പൊ നീതീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ എന്താണ്? നമ്മൾ പറഞ്ഞത് ശരിയാ? എന്താ കേട്ടില്ല? കൃപ.
കൃപ. അതാണ് ദൈവത്തിന്റെ കരുതൽ. അത് 24 വാക്യത്തിന്. ആ 21 മുതലാണ് ഈ പോർഷൻ, 21 മുതൽ 31 വരെ. അതിൽ ഇതെല്ലാം ഉണ്ട്. ആ 21 മുതൽ 31 വരെയുള്ള ഭാഗത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. വായിച്ചോ? വായിക്കണം. എത്ര പ്രാവശ്യം വായിക്കണം? ഒരു 10 പ്രാവശ്യം വായിക്കണം. 10 പ്രാവശ്യം. ഒരു ദേവദാസൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ കേട്ടത്, കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ കൊലോസ്യ ലേഖനം തന്നെയാണ് വായിക്കുന്നതെന്നാണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ മൊത്തം വായിക്കാനാണ് തുടങ്ങിയിരിക്കുന്നത്. അല്ല, വായിച്ചോളൂ, തെറ്റില്ല. പക്ഷേ ഈ വായിച്ച കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ റോമാലേഖനം പഠിക്കുകയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വാക്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്ത് അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്, ദൈവം മനുഷ്യരെ രക്ഷിക്കുന്ന എന്തിലൂടെയാണ്? കൃപയിലൂടെയാണ്. 24 വാക്യം എന്താ? അവന്റെ കൃപയാൽ. ഇത് എന്ത് പറഞ്ഞിട്ടാ? ആ 24 വാക്യം പറയുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? എല്ലാവരും പാപികളാണ്, നഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ഒരു 24 തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദിയില് പരന്തു എന്നൊരു വാക്കുണ്ട്. വേറെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ഇല്ല ഇതിനകത്ത്. പ്രൊപ്പോസിഷൻസ് ഒന്നും ഇല്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. ഉണ്ട്, പ്രൊപ്പോസിഷൻ ഉണ്ട്, പല ഭാഷാന്തരങ്ങളുണ്ട്. പരന്തു എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദിയിൽ തുടങ്ങുന്നത്. അപ്പം എല്ലാവരും പാപികളാണ്. പക്ഷേ എങ്കിലും എന്താ? അവന്റെ കൃപയാൽ. ഭയപ്പെടണ്ട. നീ പാപിയായി തീർന്നത് കൊണ്ട്, ദൈവസന്നിധിയിൽ ദൈവമഹത്വത്തിന് അയോഗ്യനായി തീർന്നത് കൊണ്ട്, ബൈബിളിലുള്ള അതാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത്, അത് പറഞ്ഞ ബൈബിളിൽ ദൈവമഹത്വത്തിന് വിഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ട്. ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നതാണ്. ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അതൊരു കറക്റ്റ് ട്രാൻസ്ലേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ റോമാലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അത് 20ാമത്തെ വാക്യം നോക്കി, 3:20 നോക്കി. അതുകൊണ്ട് പ്രവൃത്തിയാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ. കണ്ടോ? അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തി എവിടെ വരെ പോയില്ല? ദൈവത്തിന്റെ തന്നെ. അപ്പൊ അതാണ് അവിടെ 23 പറയുന്നത്. എന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. ദൈവത്തിന്റെ യോഗ്യതാമാർക്കിന് താഴെ വന്നു, നഷ്ടപ്പെട്ടവനായി, പാപിയായി, പരാജിതനായി തീർന്നു. അവിടെയാണ് പേടിക്കണ്ട. അവന്റെ കൃപയാ ക്രിസ്തുവേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതി. 21 24 ചേർത്താണ് നമ്മൾ 21 മുതൽ 31 വരെയാണ് പറയുന്നത്. പക്ഷെ ആ 21 കൂടെ 21 24 ആണ് ഇതിന്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. 21 വായിച്ചത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. ഈ 21 24 വെച്ച് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ? കൃപയാൽ മാത്രം. സോളാ ഗ്രേഷ്യ. അതെ, നവോത്ഥാന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളിൽ ഒന്നാണിത്. സോളാ ഗ്രേഷ്യ, കൃപയാൽ മാത്രം. അടുത്തത് 2, കഴിഞ്ഞ ആഴ്ച ബ്രദർ പറഞ്ഞു, വിശ്വാസത്താൽ രക്ഷ. 1 കൃപയാൽ, വിശ്വാസം മൂലം. സോളാ ഫിഡെ, വിശ്വാസത്താൽ മാത്രം. 3ാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും
പലരും തെറ്റിക്കുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ മണ്ഡലത്തിൽ, ക്രൈസ്തവ കോളത്തിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, പുറത്തുള്ള ആളുകൾ പോകട്ടെ, ക്രൈസ്തവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത്. അത് 21, 22, 24 ഉണ്ടത് എന്നത് പ്രവൃത്തി കൂടാതെ എന്നുള്ളത്. ഇനി പ്രവൃത്തിയുടെ ഏതെങ്കിലും ഒരു അംശം ഈ രക്ഷയിലുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഈ കൃപയ്ക്കും വിശ്വാസത്തിനും പിന്നെ സ്ഥാനമില്ല, വിലയില്ല, അതിന് അർത്ഥമില്ലാതെ വരും. അതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ, 11:6, കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ല, അല്ലെങ്കിൽ കൃപയല്ല. എന്താണ് കൃപ? ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒടുവിൽ പറഞ്ഞ കാര്യം. എന്താണ് കൃപ? അർഹിക്കാത്ത, ഇവിടെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ദൈവാത്മാവ് അപ്പോസ്തലനിലൂടെ കാര്യം പറഞ്ഞത്. ഇവിടെ അർഹതയുള്ള ഒരാൾ പോലും ഇല്ല. അതാണ് പറഞ്ഞ് സ്ഥാപിച്ചത്, അല്ലെ? എല്ലാവരും പാപത്തിന് കീഴാകുന്നു എന്ന് നാം തെളിയിച്ചുവല്ലോ. 8-ാമത്തെ വാക്യത്തില് 3:2 എല്ലാവരുമാണ്, യഹൂദനും വിജാതിയിലും എല്ലാവരുമാണ്. അപ്പൊ യോഗ്യതയുള്ള ഒരാൾ പോലും ഇല്ല. ഒരു ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ രാജ്യത്തിലോ ഒന്നുമില്ല, ഒരു സ്ഥലത്തുമില്ല. അവിടെയാണ് ദൈവത്തിന്റെ കരുതൽ വരുന്നത്. സകല മനുഷ്യർ, തീത്തോസ് 2:11 എന്താ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ദൈവം കൃപയുടെ ആ മാധ്യമത്തെ, അല്ലെങ്കിൽ വാതിലിനെ ദൈവം തുറക്കുകയാണ്. അപ്പൊ ആരും അർഹരില്ല. അർഹതയില്ലാത്തവനെ അർഹനാക്കുവാനായിട്ട് ദൈവം അത് കൊണ്ടുപോകും. അപ്പൊ ഈ കൃപയാലാണ് രക്ഷയെങ്കിൽ പിന്നെ എന്തിനാലല്ല? പ്രവൃത്തിയാലാണെങ്കിൽ എന്തു വരും? സ്വന്തം കഴിവിലാലാണ്, യോഗ്യതയിലാണ് എന്ന്, അർഹതയിലാണെന്ന് വരും. അങ്ങനെ ആർക്കും സാധിക്കില്ലെന്നാണ് 20-ാം വാക്യം നമ്മൾ വായിച്ചത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ, ദൈവത്തിന് സന്നിധിയിൽ എന്ത് ചെയ്യില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റിയല്ല, യോഗ്യനായി തീരുന്നില്ല. അത് അബ്രഹാമിന്റെ ദൃഷ്ടാന്തം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് ചിന്തിക്കാം. പക്ഷെ 4:2 വായിച്ചു നോക്കി. 4:1-2 വാക്യം. കണ്ടോ? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ എന്ത് ചെയ്യാം? പ്രശംസിക്കാം. പക്ഷെ എവിടെ പറ്റില്ല? നാട്ടുകാരുടെ മുമ്പിൽ പറ്റും, സഹോദരന്മാരുടെ മുമ്പിലോ ഗ്രാമത്തിലുള്ളവരുടെ കൂട്ടത്തിലോ സഭയിലോ പറ്റും. പക്ഷെ എവിടെ പറ്റില്ല? ദൈവസന്നിധിയിൽ. അതാണ് 3:20 പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രശംസിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വായിക്കാം. എഫെസ്യർ 2:8 പറ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ, കണ്ടോ അവിടെ പ്രശംസയുടെ കാര്യം പറയുന്നത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. യേശുവിനുള്ള എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, ആരും അഹങ്കരിക്കാതിരിപ്പാൻ. അപ്പൊ പ്രവൃത്തിയാലാണെങ്കിൽ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും, പ്രശംസ വരും. ഈ രക്ഷയോട് ബന്ധപ്പെട്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിൽ നമുക്ക് നീതീകരണവും വീണ്ടെടുപ്പും ജ്ഞാനവും ശുദ്ധീകരണവും ഉണ്ട്. അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ മനുഷ്യന്റെ കർമ്മത്താലാണ് പാപമോചനമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? സാധാരണ എങ്ങനെ വന്നേ?
ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ വളരെ നന്നായി ജീവിച്ചു, ഞാൻ വിശുദ്ധനായി ജീവിച്ചു. അപ്പൊ ഇതൊന്നും എന്തല്ല കാരണം അല്ല, ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ? കൃപയാണ്. ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞല്ലോ, ഗ്രേസ് മാർക്ക് കിട്ടി വന്ന് 11ാം ക്ലാസ്സിൽ ഇരിക്കുന്ന +1 ഇരിക്കുന്നവൻ എന്താ പറയുന്നത്? കൃപയാണ്, ബൈ ഗ്രേസ്. എന്നോടത് കാണിച്ചു, കൃപ കാണിച്ചു. എനിക്ക് ഗ്രേസ് മാർക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യില്ല, ഒരിക്കലും അവിടെ വരികയില്ല. അവിടെ ഈ കൃപയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ എഫെസ്യ ലേഖനം നമുക്ക് ഒന്ന് എടുക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം. നമ്മൾ വായിച്ച വാക്യത്തില് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം 8ാം വാക്യം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ ദൈവത്തിന്റെ. അപ്പൊ കൃപയാലുള്ള രക്ഷ എങ്ങനെയാണ്? ദാനമാണ്. കൃപയാലുള്ള രക്ഷ ദാനമാണ്. ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തല്ല? ഇവിടെ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ പറയട്ടെ. അതായത് ഈ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, യേശുക്രിസ്തു വിശ്വസിക്കുകയും വേണം, പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഇന്ന് അനേക പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ വേർപെട്ട സഭാ സമൂഹങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പിന്നെ ഈ രക്ഷ എന്ത് ചെയ്യണം? കളയാതെ, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പൊ അതെന്തിനാണ്? നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആരുടെ പണിയാണ്? നമ്മുടെ പണിയാണ്. നമ്മുടെ പണിയാണെങ്കിൽ രക്ഷ എന്തിനാൽ? രക്ഷ എന്തല്ല? ദാനമല്ല, രക്ഷ കൃപയാലാണെന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയും. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകും. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും ഒക്കെ നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിച്ചെങ്കിൽ അവിടെ പ്രശംസയ്ക്ക് വഴിയുണ്ട്. നഷ്ടപ്പെടാതെ സൂക്ഷിച്ചത് ഞാനാണെങ്കിൽ, അതെന്റെ മിടുക്കൊണ്ടാണ് ദൈവം തന്ന രക്ഷ നഷ്ടപ്പെടാതെ ഞാൻ സ്വർഗത്തിൽ എത്തിയതെങ്കിൽ അവിടെ എന്തിനു വഴിയുണ്ട്? പ്രശംസയ്ക്ക് വഴിയുണ്ട്, അഹങ്കാരത്തിന് വഴിയുണ്ട്. ഒരു വകയില്ല. എന്തിനാ മാത്രം? ഇനി അതിന്റെ 6-7 വാക്യം വായിച്ചു നോക്കി. എഫെസ്യ ലേഖനം 2:6-7. ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് കത്തെഴുതുമ്പോൾ, മരിച്ചുപോയവരല്ല, ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് കത്തെഴുതുമ്പോൾ പറയുക, 1-ാം വാക്യത്തിൽ 2:1 പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, വിശ്വാസത്തിന്റെ പ്രത്യേകതയും മുന്നോട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ വിശ്വസിച്ച് ആശ്രയിച്ചപ്പോൾ നിങ്ങളിപ്പോൾ ആരിനായി തീർന്നു? ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ നീതി നൽകി. 6-7 വാക്യങ്ങൾ ഒന്നോടെ വായിക്കാം. 6-7. ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത്. ക്രിസ്തുവേശുവിൽ ഈ ക്രിസ്തുവിൽ, ക്രിസ്തുവേശുവിൽ, അവനിൽ എന്നുള്ള വാക്കുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ, കൊലോസ്യ ലേഖനത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ ഒരാൾ ക്രിസ്തുവിലായിത്തീർന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ ദൈവം തന്റെ കൃപ എന്ത് ചെയ്യുന്നു? വ്യാപരിപ്പിക്കുന്നു.
ഇനി ആ കൃപയാൽ അവനെ രക്ഷിച്ച് ദൈവം എന്ത് ചെയ്യാം? ക്രിസ്തുവിനോട് ഏഴമാക്കിയിട്ട് ക്രിസ്തുവിനോ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. അപ്പൊ എഫെസോസിലുള്ള വിശുദ്ധന്മാരിപ്പോ എവിടെയാ? സ്വർഗത്തിലാണ്. കൊലോസ്യലേഖനം 3:1 മുതൽ നമുക്കറിയാം എന്താ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ. അപ്പൊ നമ്മളെവിടെയാ? ക്രിസ്തുവിലാണെങ്കിൽ എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പൊ അത് എന്താ പറയുന്നത്? എന്തിനു വേണ്ടി ദൈവം അങ്ങനെ ചെയ്തെന്നാ പറയുന്നത്? ആരാമാക്കിയത്? തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. എന്ത് കാണിക്കാന്? എന്ന് കാണിക്കാൻ? നിത്യതയിൽ ഒരാൾ പോലും. അതെ, ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ വന്ന് ആരാധിച്ച ആളാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ എല്ലാ ആഴ്ചയും വന്ന് കർത്തൃമേശ എടുത്തതുകൊണ്ടാണ് ഞാൻ എന്നെ പരമാവധി ഞാൻ ആകുന്നിടത്തോളം വിശുദ്ധമായി ജീവിച്ചുകൊണ്ടാണ് എന്ന് പറയാനിടയില്ല. അവിടെ എന്തേ ഉള്ളൂ? അവിടെ എന്തിനെ കുറിച്ചുള്ള വർണ്ണനേ ഉള്ളൂ? ആരാവാക്യം? അവന്റെ കൃപയുടെ ആത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുവാൻ. അപ്പൊ സ്വർഗത്തിൽ അയ്യോ ദൈവമേ, അവിടുത്തെ കൃപ എത്ര വലുതായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ എന്തിനും സ്ഥാനമില്ല, പ്രവൃത്തിക്ക് സ്ഥാനമില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ കൃപ എന്തായിപ്പോയി? കൃപ വൃഥാവായി. നമുക്ക് വായിക്കാം. ഗലാത്യന് 2-ാമത്തെ എടുക്കാം. ഗലാത്യ 2:16-21 വായിക്കേണ്ടത് വായിക്കും. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. 3 പ്രാവശ്യം ഈ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ആ എതിരായിട്ടുള്ള 2 കാര്യങ്ങൾ 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്താ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ ക്രിസ്തുവേശുവിലുള്ള ഇതിന് വളരെ ഒരു പ്രാധാന്യം. എല്ലാത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. അതിന്റെ 11 മുതൽ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും നമുക്കൊന്ന് വായിക്കാം. 11 മുതൽ 2:11 മുതൽ. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു. യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിശീലനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി തിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോക്കുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചുവായി നടത്തുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കഴിഞ്ഞേ കേഫാവിനോട് പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ നേരത്തെ വായിച്ച 16-ാം വാക്യം ആര് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞു? പൗലോസ്ലീഹ പത്രോസ്ലീഹയോട് പറയാണ്. പത്രോസ്ലീഹ ഒരു തെറ്റ് ചെയ്തു, ഒരു അബദ്ധം കാണിച്ചു. എന്താണത്? ഭയപ്പെട്ട്. എന്താണ് കാരണം? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജാതികളോടുകൂടെ തിന്നു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളോടുകൂടെ തിന്നു എന്നാണോ? കൂട്ടായ്മ ആചരിച്ചെന്നാണോ? അല്ല. പിന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. ആദ്യത്തെ വിജാതീയ സഭയാണ് ഏത്? 11-ാം വാക്യം. അന്ത്യോക്യ സഭ. ഈ അന്ത്യോക്യ സഭയിലെ ശുശ്രൂഷകന്മാരായിരുന്നു ആരും? പൗലോസും ബർന്നബാസും. ഓക്കെ, പൗലോസും അപ്പോസ്തലപ്രവൃത്തി 11-19 വരെയുള്ള വാക്യങ്ങൾ. പൗലോസും ബർന്നബാസും ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആദ്യത്തെ, ചരിത്രത്തിലെ ആദ്യത്തെ സഭയിലെ ശുശ്രൂഷകന്മാരായിരുന്നു അവര്. അവിടേക്ക് ആര് വന്നു? പത്രോസ്ലീഹ വന്നു. യെരുശലേമിൽ നിന്ന് വന്നു.
താൻ വന്നപ്പോൾ ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ദൈവങ്ങളോടുകൂടെ എന്ത് ചെയ്തു? കൂട്ടായ്മ തിരിച്ച് അവർ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ ഉറങ്ങുന്നു, അവരുമായി സംസർഗം പുലർത്തുന്നു. ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വന്നപ്പോ എന്ത് ചെയ്തു? അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. അപ്പൊ അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷം പറയാനായിട്ട് പോയി. ആര് പോയി? പത്രോസ് പോയി. കൊർന്നല്യോസ് ആരാണ്? വിജാതീയനാണ്. ജാതികളിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സുവിശേഷം അറിയിച്ച് തിരിച്ച് എവിടെ വന്നു? യെരുശലേമിൽ വന്നപ്പോൾ 11-ാം അധ്യായം വായിച്ചാൽ അറിയാം, ഈ പരിച്ഛേദനക്കാര് അല്ലെങ്കിൽ പരിച്ഛേദനവാദികളായ യഹൂദ മതവാദികളായ ആളുകൾ യെരുശലേം സഭയിലുണ്ടായിരുന്നു. അവര് പത്രോസിനോട് എന്ത് ചെയ്തു? തർക്കിച്ചു, വാദിച്ചു, ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഒരു ഭയം എവിടെ കിടക്കുന്നുണ്ട്? പത്രോസിന്റെ ഉള്ളില് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പരിച്ഛേദനവാദികൾ വന്നപ്പോൾ പത്രോസ് പിൻവാങ്ങി. പിന്നെ അവരുടെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ വീട്ടിൽ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ സമ്പർക്കം പുലർത്തുകയോ ചെയ്യുന്നില്ല. ഇത് ശേഷം യഹൂദന്മാർ കണ്ടപ്പോൾ, അവിടെ ഉണ്ടായിരുന്ന ആ സഭയിലുണ്ടായിരുന്ന ബാക്കി യഹൂദന്മാർ കണ്ടപ്പോൾ അവരും ഇത് അനുകരിച്ചു. അവർ പിന്നെ ഇവരുടെ വീട്ടിൽ പോകത്തില്ല, ഇവരോട് കൂടെ ഇരിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. ഈ ശേഷം യഹൂദന്മാർ തെറ്റിപ്പോയപ്പോൾ 13-ാം വാക്യത്തിൽ തെറ്റിപ്പോയപ്പോൾ ആരും തെറ്റിപ്പോയി? ബർന്നബാസും അവരുടെ കാപട്യത്താൽ തെറ്റിപ്പോയി. ഇനിയിപ്പോ ആരേ ഉള്ളൂ? പൗലോസ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? നമ്മളാണ് എന്ത് ചെയ്യും? അവരോട് കൂടുതലേ എന്തിനാ നമ്മളായിട്ടൊരു കുഴപ്പത്തിന് പോണേ? നമ്മൾ ഒരാളല്ലേ ഉള്ളൂ, നമ്മളായിട്ടെന്തിനൊരു കുഴപ്പത്തിന് പോണേ? 14-ാം വാക്യം, അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കാവിനോട്. 2-ാമത്തെ അധ്യായത്തിന് അതിന് 5-ാമത്തെ വാക്യം, 2:5 വായിച്ചാട്ടെ. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും, 5 ഒരു നാഴിക പോലും ആര് വഴങ്ങി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ 1 മുതൽ വായിക്കുമ്പോ ഞാൻ വായിക്കാതെ തന്നെ പറയാം. ഈ പൗലോസും ബർന്നബാസും തീത്തോസിനെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവാ? യെരുശലേമിൽ ചെല്ലുക. അവിടെ ചെല്ലുമ്പോ തീത്തോസ് ആരാ? യവനന, വിജാതീയന. പൗലോസും ബർന്നബാസും യഹൂദന്മാരാ. തീത്തോസ് യവനന. അപ്പൊ അവനെ പരിച്ഛേദന കഴിപ്പിക്കാൻ കുറച്ച് ഈ പരിച്ഛേദനവാദികളായ നേരത്തെ പറഞ്ഞ പാർട്ടികൾ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് വഴങ്ങിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറുക്കനെ കൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ അവൻ എന്ത് ചെയ്യും? കേൾക്കും. ഒരു 2 ആഴ്ചത്തേക്കുള്ള വേദനയ്ക്ക് ഉണ്ടാകുള്ളൂ, അപ്പോഴത്തേക്ക് മുറിവൊക്കെ ഉണങ്ങി ശരിയാവും, നീ ഒന്ന് സമ്മതിക്കേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യിക്കാമായിരുന്നു? പരിച്ഛേദന ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ? ഈ പരിച്ഛേദനവാദികൾ വന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരൊരു ഉപദേശമാണ് പറയുന്നത്. എന്ത്? അപ്പോസ്തലപ്രവൃത്തി 15:1 എന്താ? മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണം അനുഷ്ഠിക്കണം, കർമ്മം ചെയ്യണം, പ്രവർത്തിക്കുകയും കൂടെ ചെയ്താലേ രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരു ദുരുപദേശമാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് വഴങ്ങിക്കൊടുത്താൽ എന്തായി തീർന്നു? 5-ാം വാക്യം പ്രകാരം പറയണം, സുവിശേഷത്തിന്റെ സത്യമില്ലാതെയായി പോകും. ഇപ്പൊ ഞാനിങ്ങനെ പറയട്ടെ, സുവിശേഷത്തിനൊരു സത്യമുണ്ട്, സുവിശേഷത്തിനൊരു നേർരേഖയുണ്ട്. സുവിശേഷ യോഗവും രോഗശാന്തിയും, സുവിശേഷ പ്രസംഗം യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പ്രസംഗങ്ങൾ വരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും.
പക്ഷെ ഈ പ്രസംഗിക്കുന്ന വ്യക്തി തന്നെ ഏത് വിധത്തിലുള്ള സുവിശേഷമാണ്. നിങ്ങൾ ആ ഗലാത്യലേഖനം തന്നെ 1:6 വായിച്ചത്. ഗലാത്യലേഖനം 1:6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറെ സുവിശേഷമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുകയാണ്. ഒരു സുവിശേഷമുള്ളൂ. പക്ഷേ ആ സുവിശേഷത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ പിന്നെ അതെന്തല്ല, സുവിശേഷമല്ല. സുവിശേഷമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ചെറുക്കനെ ഒന്നിപ്പോ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇതുപോലെ ഇതേ പൗലോസ് വേറൊരാളെ പരിശോധന ഏൽപ്പിച്ചു അല്ലേ? ബ്രദറിനെ അറിയാം. തിമോഥെയോസിന് 2ാം മിഷണറി യാത്രയ്ക്ക് പോയപ്പോൾ തിമോഥെയോസിനെ ഏൽപ്പിച്ചു. എന്തിനാണ്? അത് ഇതല്ല വിഷയം. പരിശീലനവാദവും എന്ന് പറഞ്ഞിട്ടില്ല. അത് വേറെ ഉദ്ദേശം. എന്താ ഉദ്ദേശം? 2ാം മിഷണറി യാത്രയിൽ പോകുമ്പോൾ ഈ തിമോഥെയോസ് ഒരു സമ്മിശ്ര ജാതിക്കാരനാണ് അല്ലേ? അപ്പോ അദ്ദേഹം പരിശീലനം ഏറ്റിട്ടില്ല. അദ്ദേഹത്തെ പരിശീലനം ഏൽപ്പിച്ചാല് എവിടെ പ്രവേശനം കിട്ടുകയുള്ളൂ? യഹൂദന്മാരുടെ സിനഗോഗുകളിൽ, പള്ളികളിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അത് രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം അല്ല. രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി പരിശോധന കഴിപ്പിച്ചാൽ സുവിശേഷത്തിന്റെ സത്യം നശിച്ചുപോയി. ഇനി അതൊന്ന്. രണ്ടാമത്, പത്രോസൊക്കെ ചെയ്യുന്ന സുവിശേഷത്തിന്റെ സത്യത്തിന് എതിരായ കാര്യമാണ്. അപ്പൊ സുവിശേഷത്തിനൊരു സത്യമുണ്ട്. അതെന്താണ്? എല്ലാവർക്കും വിശ്വാസത്താൽ രക്ഷ, എല്ലാവർക്കും കൃപയാൽ രക്ഷ. അപ്പോ അതിലേക്ക് പ്രവൃത്തി കൂടെ ചേർത്താൽ, അത് പത്രോസ് ഇവിടെ പറഞ്ഞതെന്താ? ഈ പ്രവൃത്തിയിലൂടെ, പത്രോസ് ചെയ്ത ആ പ്രവൃത്തിയിലൂടെ പത്രോസും കൂടെയുള്ള യഹൂദന്മാരും എന്താ പറഞ്ഞേ? ജാതികളോടുകൂടെ തിന്നും കൂട്ടായ്മ ആചരിച്ച പത്രോസ് പേടിച്ച് പിൻവാങ്ങി പിരിഞ്ഞ് നിന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അതിലൂടെ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? നിങ്ങൾ ആരായി തീരണം? പരിശോധന ഏറ്റ് യഹൂദന്മാരായി തീരണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസത്താൽ മാത്രമല്ല രക്ഷ എന്ന് വന്നു. അതിനെയാണ് ఖండిക്കുന്നത്. അതിനെയാണ് പൗലോസ് ఖండిക്കുന്നത്. വായിച്ചേ, ഇനി വായിച്ചേ 15 വായിക്കാം. എല്ലാത്തിനും 2:15 15 വായിക്കാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ ആദ്യം. അത് ആരോട് പറയുന്ന? പൗലോസ് പത്രോസിനോട് പറയാ. എന്താ പറയുന്നത്? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള ഭാവികളല്ല, യഹൂദന്മാരത്രേ എന്ന് പറഞ്ഞാൽ യഹൂദഭാവിയാണെന്നാണ് അർത്ഥം. മനസ്സിലായോ? നമ്മൾ ജാതികളായ ഭാവികളല്ല, പിന്നെ യഹൂദൻ. ഞാൻ പറഞ്ഞില്ലേ, കറുത്ത ഭാവി വെളുത്ത ഭാവി, അത്രേ ഉള്ളൂ. യഹൂദനായ ഭാവി. നാം രോമാലയത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയമാണ് പൗലോസിനോട് പറയുന്നത്. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള ഭാവികളല്ല, പക്ഷെ യഹൂദന്മാരായ ഭാവികളാണ്. ഇനി പറഞ്ഞ വാക്യം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൽ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല. നാമും എന്നുള്ള അടിവരയിലാണ്. നാമും എന്താ നാമം എന്ന് പറയുന്നത്? യഹൂദന്മാരായ നമ്മൾ. പത്രോസൗര താങ്കളും ഞാനും അടങ്ങുന്ന യഹൂദന്മാരായ നമ്മൾ എന്ത് മനസ്സിലാക്കി? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടത്. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. കണ്ടോ? അപ്പം അതല്ലേ നമ്മൾ വിശ്വസിച്ചത്. ന്യായപ്രമാണത്തിൽ നമുക്ക് നീതി ഉണ്ടായിരുന്നെങ്കിൽ, കർമ്മത്താൽ നമുക്ക് രക്ഷയുണ്ടായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ യേശു വിശ്വസിച്ച്? അവരും അങ്ങനെ വിശ്വസിച്ച്, നമ്മളും അങ്ങനെ വിശ്വസിച്ചു. അവരും പാപികളെ, നമ്മളും
ഭാവികളാണ്. ഇനി 21 വയസ്സ്. ബാക്കി നിങ്ങൾ ആ കോണ്ടസ്റ്റ് അനുസരിച്ച് ബാക്കി 20-ാം വാക്യമൊക്കെ ഈ പറഞ്ഞ കോണ്ടസ്റ്റ് അനുസരിച്ച് ഒന്ന് വ്യാഖ്യാനിക്കണം. ഒരു പേപ്പറിൽ ഒന്ന് പോയി എഴുതി വയ്ക്കണം കൈയോടെ. 21-ാം വാക്യം. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ല. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാൽ നീതി ലഭിക്കുന്നുവെങ്കിൽ, നീതി വന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത്. പത്രോസോഹരാ അവർ പരിശോധന എടുക്കണം എന്നല്ലേ ഈ നിങ്ങളെ പേടിപ്പിക്കുന്ന പരിശോധനവാദികൾ പറയുന്നത്. അങ്ങനെ പരിശോധന എടുക്കുന്നത് കൂടെ അതും കൂടെ നീതീകരണത്തിന് ആവശ്യമാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയാണ്. മാമോദീസയും പിന്നീടുള്ള നോമ്പും നേർച്ചയും കാഴ്ചകളും ഒപ്പീസും പാട്ടുകുർബാനയും കുഴിപ്രാർത്ഥനയും അന്നതയും ഇതരമായ അനേകമായ മതകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനാലാണ് പാപമോചനം ലഭിക്കുന്നതെങ്കിൽ പിന്നെ ക്രിസ്തു മരിച്ചത് വെറുതെയാണ്. അവിടെ ഞാൻ ദൈവത്തിന്റെ കൃപ ആരാണ് ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നത്? ചോദ്യം പറഞ്ഞാട്ടെ. ആരാണ് ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നത്? ആ വാക്യപ്രകാരം ചോദിക്കുന്നത്. 21-ാം വാക്യപ്രകാരമാണ് ചോദിക്കുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്നവർ ന്യായപ്രമാണം അനുസരിക്കുന്നവർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞു. പ്രവൃത്തിയാൽ രക്ഷ നേടുവാൻ, നീതീകരിക്കപ്പെടുവാൻ, ആത്മരക്ഷ നേടുവാൻ, പാപമോചനം പ്രവൃത്തിയാൽ നേടുവാൻ ശ്രമിക്കുന്നവർ എന്താ ചെയ്യുന്നത്? അയ്യോ നീ പാപിയാണ്, നീ മകളെ നീ പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരണത്തിനായി ഞാനൊരു കരുതൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതാണ് എന്റെ കൃപ. കൃപയാൽ നീ ഒന്നും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യാം? രക്ഷിക്കാം. ആ കൃപ ദൈവം പ്രദർശിപ്പിച്ച ഇടമാണിത്, കാൽവറി ക്രൂസ്. അപ്പൊ ഒരാൾ പറയാം, അതെ അത് ഞാനും കൂടെ ചെയ്യാമേ, ഞാൻ ചെയ്യണതിന് എന്താ കുഴപ്പം? ഈശോ മിശിഹാ എന്തിനാ മരിച്ചേ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാപികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ഒപ്പം പാപമോചനത്തിന് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ വാക്യം കൃപ എന്ത് ചെയ്യുന്നു? വൃഥാവാക്കും. ഒന്നും ചെയ്യേണ്ടെന്ന ക്രിസ്തുവിൽ രക്ഷ സമ്പൂർണമാണ്, പൂർണ്ണമായ രക്ഷയുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എബ്രായർ 4:10. ദൈവം തന്നെ പ്രവൃത്തികളിൽ എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീരും. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും എന്ത് ചെയ്തിരിക്കുന്നു? തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി. അദ്ദേഹം മുഴുവനും വിശദീകരിക്കണ്ട, അതിന് സമയമില്ല. ശബത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശബത്തിനെ ആചരിക്കണ്ട. എന്തുകൊണ്ട്? കൊലോസ്യർ 2:19, 2:16 എന്നാൽ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഇതൊക്കെ വരാനിരുന്നവന്റെ, ഞാൻ ബിയോസികളെ പറയുന്നത്, വരാനിരുന്നവന്റെ നിഴലത്രേ. അപ്പം യേശു ക്രിസ്തു ശബത്തിനെ നിവർത്തിച്ചു, പൂർത്തീകരിച്ചു. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ഒരു ശബത്ത് അനുഭവം. 7-ാം ദിവസം ശബത്തല്ല, 7-ാം ദിവസം ശബത്ത് അനുഷ്ഠിക്കുന്നവർക്ക് സെവന്തേഡക്കാരോട് വളരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. 7-ാം ദിന ശബത്ത് ആചരിക്കുന്ന യഹൂദന്റെ ഒരു കുഴപ്പമുണ്ട്. എന്താ? ഈ ശബത്ത് എന്തിനാ?
അവിടുത്തെ ആ വാക്കനുസരിച്ച് എന്താ ഈ പഴയ നിയമത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എന്താ ശബത്ത് എന്തിനാ? വിശ്രാമം അല്ലെ? വിശ്രമിക്കുക, വിശ്രമദിനമാണ് 7-ാം ദിവസം. അപ്പോ ഈ ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം എന്ത് ചെയ്യണം? അടുത്ത ദിവസം വീണ്ടും എന്ത് ചെയ്യണം? പണിക്ക് പോകണം, വീണ്ടും പണിയെടുക്കണം. അങ്ങനെ 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കുക. പക്ഷേ ദൈവം തരുന്ന വിശ്രാമം, അപ്പൊ ഇവന് ഈ ശബത്ത് ആചരിക്കുന്നത് തന്നെ എന്തിനാ? ഈ രക്ഷയ്ക്ക് വേണ്ടിയാ. ആചരിക്കുക, കർമ്മം ചെയ്ത് വിശ്രമം നേടാൻ ശ്രമിക്കുക. എന്നാൽ ഈ 10-ാം വാക്യം പറയുന്നത്, 9-ാം വാക്യം പറയുന്നത് ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് പിന്നെന്തില്ല? പ്രവൃത്തിയില്ല. ജോലിയുടെ കാര്യമല്ല പറയുന്നത്, ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് അവൻ ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആളുള്ളവരും നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഇൻ മീ. അപ്പൊ ഒരാൾ ക്രിസ്തുവിലായിത്തീരുമ്പോൾ, ക്രിസ്തുവിൽ കൂടെ ദൈവം മുന്നോട്ട് വെക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ദൈവകരുതനായ കൃപയെ മുന്നോട്ട് വെക്കുമ്പോൾ അത് ആശ്ലേഷിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യാതെ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ എനിക്ക് സമ്പൂർണമായ പാപവിമോചനമുണ്ട്, എന്റെ ആത്മാവിന് നിത്യമായ സ്വസ്ഥത ക്രിസ്തുവിനുണ്ട്, എനിക്ക് നിത്യമായ മരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ എന്നൊരാൾ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ, അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾ പിന്നെന്ത് ചെയ്യില്ല? പ്രവർത്തിക്കുക. ഈ കൃപയെ അംഗീകരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. 2, കൃപയെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഒരാൾ, യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. ഇന്നൊരു കാര്യം കൂടെ ഞാൻ കടത്തി പറയട്ടെ. സ്നാനമോ, പുതിയ നിയമത്തിലെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളായിരിക്കുന്ന സ്നാനമോ, കർത്തൃമേശയോ, ദാനങ്ങളോ, സുവിശേഷ പ്രവർത്തനമോ, വിശുദ്ധ ജീവിതമോ ഒന്നും എന്തിനല്ല? രക്ഷയ്ക്കല്ല, രക്ഷയ്ക്കായിട്ട് അല്ല. രക്ഷ എന്തിനാൽ മാത്രം? കൃപയാൽ, വിശ്വാസത്താൽ മാത്രം. അത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ മാത്രം ആധാരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 21-ാം വാക്യം, ഞാനത് പ്രകൃതികാരുടെ വാക്യമായിട്ടാണ് പറയുന്നത്. ഗലാത്യർ 2:21. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, പ്രവൃത്തിയാൽ ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ മരണമാണ് ദൈവത്തിന്റെ കൃപാ പ്രദർശനം എന്ന് പറയുന്നത്. അതിൽ കൂടെ മാത്രമാണ് പാപമോചനം എന്ന് ഒരാൾ വിശ്വസിക്കണം. ഈ വിശ്വാസം സ്പെസിഫിക് ആയിരിക്കണം. വിശ്വാസം കേവല വിശ്വാസമായിരിക്കരുത്. വയറുവേദന, തക്കുവേദന, തൊക്കുവേദന മാറാൻ വേണ്ടിയുള്ള വിശ്വാസവും പ്രോസ്പെരിറ്റി കിട്ടാൻ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന അതല്ലേ, അത് തരും, ഇത് തരും. അതാ നേരത്തെ പറഞ്ഞേ, നമ്മൾ വായിച്ചു ഗലാത്യർ 1:6. അത് വേറെ സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷം അതല്ല. ക്രിസ്തുവിന്റെ സുവിശേഷം അതല്ല, അത് തെറ്റായ സുവിശേഷമാണ്. കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് അത് തരാം, ഇത് തരാം. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. റോമാലേഖനം 3:21 ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 3:21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളൊന്നും വേണ്ട. ഇവിടെ ന്യായപ്രമാണത്തിൽ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, അതാണ് ഇവിടുത്തെ വ്യംഗ്യം. ന്യായപ്രമാണം പറയുന്ന ആചാരാനുഷ്ഠാനം, 5 വിധ യാഗങ്ങൾ, 7 വിധ പെരുന്നാളുകൾ, ശബത്ത്, നോമ്പ്, നേർച്ച കാഴ്ചകള്, ദാനങ്ങൾ,
7-ാം വർഷ ശബത്ത്, 7-ാം ദിനശബത്ത്, 50-ാം വർഷ ശബത്ത്, അങ്ങനെ എണ്ണാൻ കഴിയാത്തത്ര ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും വേണ്ട. ന്യായപ്രമാണം കൂടാതെ, പ്രവൃത്തി കൂടാതെ. പക്ഷെ അത് ആർക്കാ കിട്ടുന്നേ? 21-ലും 24-ലും പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവേശുവിലെ വിശ്വാസം എന്ന 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം. അപ്പൊ എന്ത് വിശ്വസിക്കണം? ക്രിസ്തുവിൽ എനിക്ക് വീണ്ടെടുപ്പുണ്ട്, പാപമോചനമുണ്ട്, നീതീകരണമുണ്ട്, ആത്മരക്ഷയുണ്ട് എന്ന് വിശ്വസിക്കണം. അയച്ചൊരു വിശ്വസിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, പിള്ളേരുടെ കല്യാണമൊക്കെ നടക്കും, രോഗമെല്ലാം മാറും. പ്രോസ്പെരിറ്റി അല്ല, കൃത്യമായിട്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാതെ ആരും പോകരുത്. രണ്ടാമത്തെ കാര്യം, അയ്യോ വല്ല കുഴപ്പമാവോ, ഞാനും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്കും അത് ലഭിക്കുകയില്ല. അവിടെ ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിന് 9-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളത്. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവരിരിക്കുകയാണ്. ഞാൻ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ഇപ്പൊ ന്യായപ്രമാണം ആചരിക്കുന്നവർക്ക് കിട്ടുന്നത് ഏത് നീതിയാണ്? മുട്ടനാടിനെ കൊണ്ട് ചെല്ലുവാണ് ഹോമയാഗം കഴിക്കാൻ, അല്ലെങ്കിൽ പാപയാഗം കഴിക്കാൻ. റോഡിന്റെ സൈഡിൽ നിന്ന് അഴിച്ചുകൊണ്ട് വന്നതല്ലല്ലോ, 25,000 കൊടുത്ത് വാങ്ങിച്ചതാ മുട്ടനാട്. അപ്പോ അത് എന്റെയാ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് ഞാൻ മുട്ടനാടിനെ കൊണ്ട് അല്ലെങ്കിൽ കാളയെ കൊണ്ട് വരികയാണ് യാഗർപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ച് പ്രാവിനെ കൊണ്ട് വരികയാണ്. അപ്പോ ന്യായപ്രമാണപ്രകാരം ചെയ്യുന്ന എല്ലാറ്റിൽ നിന്നും കിട്ടുന്ന നീതി എന്റെ സ്വന്തം, അതാ പറയുന്നത്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ദൈവത്തിൽ പ്രസാദിക്കുന്നതെങ്കിൽ, സംപ്രീതനാകുന്നതെങ്കിൽ മെഴുകുതിരി തന്നെ ഉണ്ടാവുമല്ലോ. കടയിൽ നിന്ന് കാശ് എടുത്ത് മേടിച്ചതാ. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടാണ്. അപ്പൊ അത് എന്ത് നീതിയല്ലത്? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശു. ഇംഗ്ലീഷിൽ വായിച്ചു. Righteousness which is from the God by അത് മലയാളത്തിലില്ല. ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. ദൈവത്തിന്റെ നീതി എന്നുണ്ട്. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദൈവത്തിന്റെ നീതി. അതാണ് നമ്മുടെ റോമാലേഖനം 3:21 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക്, ന്യായപ്രമാണം കൂടാതെ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏത് നീതിയാണ്? ദൈവത്തിന്റെ നീതിയാണ്. ആ നീതി എവിടെ ചെലവാകും? 20-ാം വാക്യപ്രകാരം, 3:20 പ്രകാരം ആ നീതി കൊണ്ട് എവിടെ ചെല്ലാൻ പറ്റും? ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റും. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടും. ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയില്ല. പക്ഷെ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ കൊടുക്കുന്നു, ദൈവത്തിന്റെ നീതി കൊടുക്കുന്നത് കൊണ്ട് ആ നീതിയുമായിട്ട് എവിടെ ചെല്ലാം? ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ഓ സ്തോത്രം. ആ സ്വർഗത്തിൽ പോകാം അല്ല, ദൈവമക്കൾ കൂടി വരുമ്പോൾ അവിടെ ആര് വരുന്നു? കർത്താവ് വരുന്നു. ആ നീതിമാന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മളൊന്നുമില്ല, നമ്മളെ ഞായറാഴ്ച വന്ന് എന്തുകൊണ്ട് ആരാധിക്കണം? നമ്മുടെ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ച് നമ്മുടെ കൂടെ ഭാഗധേയം രക്ഷയിൽ ഉണ്ടായിരുന്നു എങ്കിൽ, രക്ഷയിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ
പിന്നെ ആരാധിക്കണോ? സ്തോത്രം എങ്ങനെ പറയും? കർത്താവേ സ്തോത്രം എങ്ങനെ പറയാം? പറഞ്ഞു 10 മെഴുകുതിരിയും കൂടെ കത്തിക്കണം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സ്തോത്രം പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അവിടെയാണ് ശ്രദ്ധയാൽ മാത്രം, വിശ്വാസത്താൽ മാത്രം പ്രവൃത്തികൾ കൂടാം. നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത്ര അത്ഭുതകരമായ രക്ഷ നമുക്ക് നൽകി എന്ന് മാത്രമല്ല, അത് നമുക്ക് പ്രകാശിപ്പിച്ചു, നമ്മുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശിപ്പിച്ചു നൽകി. അനേകർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ദൈവികമായ മർമ്മം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ വരം ലഭിച്ചിരിക്കുന്നു. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ദൈവം നല്ല പരിശുദ്ധാത്മാവിനാൽ ഈ ആത്മീയ സത്യങ്ങൾ നമുക്ക് പ്രകാശിപ്പിച്ച് നൽകിയതോർത്ത് കർത്താവിന് നന്ദി പറയാം. നന്ദിയുള്ളവരായി ആത്മാർത്ഥതയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ആഴ്ചയുടെ 1-ാം നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നു ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുകയും ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, നീതീകരിക്കപ്പെട്ടവളാണ് എന്ന ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം എന്ന് വാഴ്ത്തപ്പെടുന്നു.